പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത്, ദില്ലിയിൽ നടക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റിലേക്ക് BJP ചുരുങ്ങിപ്പോയി. 400-നപ്പുറം കടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇന്ത്യക്ക് 293 സീറ്റാണ് കിട്ടിയത്. ഇന്ത്യ സഖ്യത്തിന് 234 സീറ്റ്, 99 സീറ്റ് കോൺഗ്രസിന്. അപ്പോൾ ഏതാണ്ട് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞെങ്കിൽ പോലും അതൊരു സഖ്യ സർക്കാർ മാത്രമാണെന്നും BJPയുടെ അപ്രമാദിത്വം അവിടെ അവസാനിച്ചുവെന്നും ഞങ്ങൾ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞുവെന്ന് പല ഇന്ത്യ സഖ്യ നേതാക്കളും കോൺഗ്രസ് അടക്കമുള്ള കക്ഷി നേതാക്കളും ഒക്കെ വിചാരിച്ചു. പക്ഷേ കാലം കടന്നു പോകുമ്പോൾ ഇന്ന് എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? ആം ആദ്മി പാർട്ടി ഒരു ഭാഗത്ത് ഫിനിഷ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് 20 MPമാർ. അടുത്തത് ഉദ്ധവ് താക്കറെ. DMKയും കോൺഗ്രസും തമ്മിൽ വെടിപിരിഞ്ഞു. അടുത്തത് സമാജ്വാദി പാർട്ടി ലക്ഷ്യം വെക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് അതിരൂക്ഷമായി വിമർശിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഇന്ത്യയുടെ ലോക്സഭയിലെ അംഗസംഖ്യ വളർന്നിരിക്കുന്നു. 293 നിന്ന് അജിത് പവാറിന്റെയും ബാക്കി MPമാരുടെയും ഇപ്പോൾ 20 പേർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നവർ കൂടി ചേർന്നാൽ ഇനി ഷിൻഡെ വിഭാഗത്തിലേക്ക് ശിവസേനയിൽ നിന്ന് അംഗങ്ങൾ 7 പേർ മാറിയാൽ ഏതാണ്ട് 324 എന്നുള്ള സംഖ്യയിലേക്ക് എത്തും. 360 3-2 ഭൂരിപക്ഷത്തിന് വേണ്ടി ലക്ഷ്യം വെക്കുന്നത്. അതിനി സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 25-26 പേര് ഡിഫെക്ഷൻ ബാധകമല്ലാതെ വന്നാൽ പോലും ആ സംഖ്യയിലേക്ക് എത്താൻ കഴിയില്ല. 347 349 എത്തി നിൽക്കും. പക്ഷേ DMK അബ്സ്റ്റെയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 347 എന്നുള്ള സംഖ്യയിലേക്ക് ഒരുപക്ഷെ BJPക്ക് എത്താൻ കഴിയും. അപ്പോൾ 3-2 ഭൂരിപക്ഷം എന്നുള്ളത് 293 സീറ്റ്, 240 സീറ്റ് മാത്രം BJPക്ക് ഉണ്ടായിരുന്ന ഒരിടത്തുനിന്ന് ഒരു തെരഞ്ഞെടുപ്പുമില്ലാതെ പടിപടിയായി വളർത്തിക്കൊണ്ടു പോകുന്നു. ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിച്ചു കഴിഞ്ഞു എന്ന് ആത്മധൈര്യം വെച്ചിരുന്ന പല കക്ഷി നേതാക്കൾക്കും കാലിടറുകയാണ്. ഇനി എന്തുകൊണ്ടാണ് 3-2 ഭൂരിപക്ഷം എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏകീകൃത സിവിൽ കോഡ്, അതേപോലെ തന്നെ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വനിതാ സംവരണം നടപ്പാക്കൽ. ഈ 4 കാരണങ്ങൾക്കുമുള്ള തടസ്സം അതോടുകൂടി നീങ്ങിക്കിട്ടും. അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് ശരിയാണോ, ധാർമ്മികമായ വഴിയാണോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അമിത ആത്മവിശ്വാസവും മത്സരം തീരുന്നതിന് മുമ്പേ വിജയം പ്രഖ്യാപിക്കുകയും ഏകോപനമില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചടികൾ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ കണ്ട ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു പാർട്ടിയിലാണെങ്കിൽ അതൊരു തോൽവി മാത്രമാണ്. ഒന്നിലധികം പാർട്ടികളിലാണെങ്കിൽ അത് സംഭവമാണ്. 1, 2, 3 പാർട്ടികളിൽ ഒരേ പാറ്റേണിൽ അത് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജിയാണ്.